നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊക്കെ ഒരു വാഴക്കൊല ഒടിഞ്ഞു വീണു. അപ്പോൾ ആ ഒടിഞ്ഞു വീണ വാഴക്കൊല കൊണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം. അതാണ് കാണിക്കുന്നത്. വാഴയ്ക്ക വട്ടം മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കൂടെ വരൂ. നമ്മൾ വാഴയ്ക്കയെല്ലാം വട്ടത്തിൽ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്, വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സവാള കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കരിയാപ്പിലയുണ്ട്, അല്പം മഞ്ഞൾ പൊടി ചേർക്കാം, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഈ കാകളെല്ലാം വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തോട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഒരു വലിയ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് ഇട്ടത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഇളക്കി വയ്ക്കണം. അത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ചിക്കൻ മസാല, ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനങ്ങൾ നമ്മളൊന്ന് ഇളക്കി വയ്ക്കുകയാണ്. ഇനി അടുപ്പിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം എണ്ണ ഒഴിക്കുവാണ്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. കായ് വട്ടം മസാല, ഇതെല്ലാം ഇളക്കി ഇനി നമുക്ക് മൂടി വെച്ച് അടച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ നമുക്ക് വേവിക്കാവുന്ന, ചെറിയ തീ ആകട്ടെ. ആ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. തുറന്ന് നോക്കാം, എന്തുവായെന്ന് നോക്കാം. തുറന്ന് നോക്കട്ടെ. നമ്മുടെ വാഴയ്ക്ക വട്ടം മസാല റെഡി ആയിട്ടുണ്ട്. ചോറുണ്ണാനും കഞ്ഞി കുടിക്കാനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് ഈ വാഴയ്ക്ക വട്ടം മസാല. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ, ലഞ്ച് സ്പെഷ്യലാണ്. നമുക്ക് നോയമ്പല്ലേ, ഇറച്ചി മീനൊന്നും കൂട്ടാൻ പറ്റത്തില്ലല്ലോ. ഒരു ഇറച്ചി പോലെ ടേസ്റ്റുള്ള ഒരു സാധനമാണിത്. നമുക്ക് നല്ല രീതിയിൽ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ഇതും അല്പം മോരും അല്ലെങ്കിൽ ഒരു സാമ്പാറോ അല്ലെങ്കിൽ അച്ചാറ്, പപ്പടം ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്ബൊക്കെ തരാൻ മറക്കരുത്. എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ, ബ്ലെസ്സഡ് ഡേ. ബൈ ബൈ.